ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേദേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രജേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 87-ാം അധ്യായം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ആദ്യത്തെ 11 ശ്ലോകങ്ങൾ കഴിഞ്ഞു. 12 മുതൽക്ക് തുടരണം. ശ്രുതിഗീത അഥവാ വേദസ്തുതിയാണ്. ആ ശ്രുതിഗീത ആരംഭിക്കുന്നത് 14-ാം ശ്ലോകം മുതൽക്ക് 41-ാം ശ്ലോകം വരെയാണ്. 28 ശ്ലോകങ്ങളാണ് ശ്രുതിഗീത. വേദങ്ങൾ ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? സഗുണങ്ങളായ വിശേഷണങ്ങളെ കൊണ്ട്, ലക്ഷണങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. അതിലൂടെ നിർഗുണമായ ഭഗവാന്റെ തത്വത്തെയും സൂചിപ്പിക്കുന്നു. സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ വേദസ്തുതിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ശ്രീശുക ബ്രഹ്മർഷി മറുപടി കൊടുക്കുന്നതായി അവതരിപ്പിച്ചുകൊണ്ട് പിന്നീടത് നാരായണ ഋഷിയും നാരദ ഋഷിയും തമ്മിലുള്ള സംവാദവും, പിന്നീടത് അതിനകത്ത് തന്നെ സനകാദികൾ തമ്മിലുള്ള, അതിൽ സനന്ദന ഋഷി മറ്റ് സഹോദരങ്ങളായ സനകൻ, സനാതനൻ, സനൽകുമാരൻ മുതലായവരോട് പറയുന്ന രീതിയിലാണ് അവതരണം. അത് കഴിഞ്ഞ് വേദങ്ങൾ തന്നെ സാക്ഷാൽ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് ശ്രുതയ ഊജു എന്ന് വർണ്ണിക്കുകയാണ്. അപ്പോൾ ആ ഒരു പരമ്പരാഗതമായ സാമ്പ്രദായികമായ ജ്ഞാനദാനം അതാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു ശ്രുതിഗീത അത് ഉൾക്കൊള്ളാൻ നമ്മളും സനകാദികളെപ്പോലെ, നാരായണ ഋഷിയെപ്പോലെ, നാരദനെപ്പോലെ ഒക്കെ ശ്രദ്ധയുള്ളവരായി സത്വഗുണം വർദ്ധിച്ചവരായിരുന്നാൽ മാത്രമേ അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും അതിൻ്റെ ആ ഒരു സാരാർത്ഥം ഗ്രഹിച്ച് അതിൻ്റെ പ്രയോജനം, അനുഭവം നമുക്ക് നേടാനും സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇതിൽ ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ട്, നമ്മുടെ മനസ്സ് എത്രത്തോളം ശാന്തമാണ് ഇത് ശ്രവിക്കുമ്പോൾ, അതിനനുസരിച്ചിരിക്കും ഇത് ഉൾക്കൊള്ളുന്നതിൻ്റെ ആ ഒരു വലുപ്പം. എന്തായാലും നമുക്ക് ശ്രമിക്കാം, അല്ലേ? ഞാൻ എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് എന്നാലാവുന്നത് പോലെ ഇതിൻ്റെ സാരം പറയാൻ ശ്രമിക്കാം. നിങ്ങളും
നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എല്ലാവർക്കും ആ വേദമാതാവിൻ്റെ ഋഷി പരമ്പരയുടെ എല്ലാം അനുഗ്രഹമുണ്ടാകട്ടെ. ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സപ്താശീതിതമോऽധ്യായഃ. പരീക്ഷിതുവാച. ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സദസദഃ പരേ. ശ്രീശുക ഉവാച. ബുദ്ധീന്ദ്രിയമനഃപ്രാണാൻ ജനാനാം അസൃജത് പ്രഭുഃ മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനെ അകൽപനായ ച. സൈഷാ ഹ്യുപനിഷദ് ബ്രാഹ്മീ പൂർവേഷാം പൂർവജൈർധൃതാ ശ്രദ്ധയാ ധാരയേദ്യസ്താം ക്ഷേമം ഗച്ഛേത കിഞ്ചനഃ. അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ ച സംവാദം ഋഷേർനാരായണസ്യ ച. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത്പ്രിയഃ സനാതനം ഋഷിം ദ്രഷ്ടും യയൗ നാരായണാശ്രമം. യോ വൈ ഭാരതവർഷേऽസ്മിൻ ക്ഷേമായ സ്വസ്ഥയേ നൃണാം ധർമ്മജ്ഞാനസമോപേതം ആകൽപാദാസ്ഥിതസ്തപഃ. തത്രോപവിഷ്ടം ഋഷിഭിഃ കലാപഗ്രാമവാസിഭിഃ പരീതം പ്രണതോ പൃച്ഛത് ഇദമേവ കുരുദ്വഃ. തസ്മൈ ഹ്യവോചത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാം ഇദം യോ ബ്രഹ്മവാദഃ പൂർവേഷാം ജനലോകനിവാസിനാം. ശ്രീഭഗവാനുവാച. സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ ഭവത്പുരാ തത്ര സ്ഥാനം മാനസാനാം മുനീനാം ഊർധ്വരേതസാം. ശ്വേതദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദഃ സുസംവൃത്തഃ ശ്രുതയോ യത്ര ചേരതേ. തത്ര ഹായമഭൂത് പ്രശ്നഃ ത്വം മാം യം അനുപൃച്ഛസി. തുല്യശ്രുതതപശീലാസ്തുല്യസ്വീയാരിമധ്യമാഃ അപി ചക്രുഃ പ്രവചനം ഏകം ശുശ്രൂഷവോ പരേ. സനന്ദന ഉവാച. സ്വസൃഷ്ടമിദമാപീയ ശയാനം സഹ ശക്തിഭിഃ തദന്തേ ബോധയാഞ്ചക്രുഃ തല്ലിംഗൈ ശ്രുതയഃ പരം. യഥാ ശയാനം സമ്രാജം വന്ദിനസ്തൽപരാക്രമൈഃ പ്രത്യൂഷേഭ്യേത്യ സുശ്ലോകൈഃ ബോധയന്ത്യനുജീവിനഃ. ശ്രുതയ ഊചുഃ. ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനസമവരുദ്ധസമസ്തഭഗഃ. അഗജഗദോഗസാമഖിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരദോനുചരന്നിഗമഃ. ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃതിവാ വികൃതാത്. അദർശയോ ദദുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ഇതി തവ സൂരയസ്ത്രധിപതേ കില ലോകമലക്ഷപണ കഥാമൃതാബ്ദിം അവഗാഹ്യ തപാംസി ജഹുഃ. കിമുത പുനഃ സ്വധാമ വിദുദാശയ കാലഗുണാഃ പരമഭജന്തി യേ പദമജസ്രസുഗാനുഭവം. ധൃതയ ഇവ ശ്വസന്ധ്യ സുഭൃതോ യദി തേനുവിധാ മഹദഹമാദയൊണ്ടമസൃജൻ യദനുഗ്രഹദഃ. പുരുഷവിദോന്വയോത്ര ചരമോന്നമയാദിഷു യഃ സദസദഃ പരം ത്വമദയദേഷ്വവശേഷമൃതം. ഉദരമുപാസതേ ഋഷിവത്മസു കൂർപ്പദൃശഃ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം
തദ ഉദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ സുകൃത വിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ തരതമതശ്ചകാസ്യനലവത്സ്വകൃതാനുകൃതിഃ അദവിദദാസു അമൂഷു അവിദദം തവ ധാമ സമം വിരജതിയോന്വയന്ത്യഭിവിപണ്യവയേകരസം സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേംഗ്രിമഭവം ഭുവി വിശ്വസിതാഃ ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോഃ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ ത്വദനുപഥം കുലായമിദമാത്മസുഹൃത്പ്രിയവച്ചരതി തദോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദരമന്ദ്യഹോ അസദുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ത്യുരുഭയേ കുശരീരഭൃതഃ നിഭൃതമരുത്മനോക്ഷദൃഢയോഗയുജോ ഹൃദി യത് മുനയ ഉപാസതേ തദരയോപി യയുസ്മരണാത് സ്ത്രിയ ഉരകേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമാസമദൃശോऽङ्घ്രിസരോജസുധാഃ കൈഹനുവേദപദാവരജന്മലയോഗ്രസരം യത ഉദഗാതൃഷിർയമനുദേവഗണാ ഉഭയേ തർഹി ന സന്ന ചാസദുഭയം ന ച കാലജവഃ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീത യദാ ജനിമസദഃ സതോ മൃതിമുതാത്മനി യേ ച വിദാം വിപണമൃതം സ്മരന്ത്യുപദിശന്തി ത ആരുപിതൈഃ ത്രിഗുണമയഃ പുമാനിതി വിദായദബോധകൃതാ ത്വയി ന തദഃ പരത്ര സ ഭവേത് അവബോധരസേ സദിവ മനസ്ത്രിവൃത്വയി വിഭാത്യ സദാമനുജാത് സദഭിവൃശന്ത്യശേഷമിദമാത്മതയാത്മവിദഃ ന ഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിദമാത്മതയാ വസിതം തവ പരിയേചരന്ത്യഖില സത്വനികേതതയാ തൗദപദാക്രമന്ത്യവിഗണയ്യ ശിരോ നിരുദേഃ പരിവയസേ പശൂനിവ ഗിരാ വിബുധാനഭിതാൻ ത്വയി കൃതസൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാഃ ത്വമകരണഃ സ്വരാടഖിലകാരകശക്തിധരഃ തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാ നിമിഷാഃ വർഷഭുജോऽഖിലക്ഷിതിപതേരിവ വിശ്വസൃജോ വിദധതി യത്ര യേ ത്വധികൃതാ ഭവതശ്ചകിതാഃ സ്ഥിരചരജാതയസ്യുരജയോത്ഥനിമിത്തയുജോ വിഹര ഉദീക്ഷയാ യദി പരസ്യ വിമുക്തതതഃ ന ഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയത ഇവാപദസ്യ തവ ശൂന്യതുലാം ദദതഃ അപരിമിതാദ്രുവാസ്തനുഭൃതോ യദി സർവഗദാഃ തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവനേതരധാ അജനിജയന്മയം തദവിമുച്യ നിയന്ത്ര് ഭവേത് സമമനുജാനതാം യദമദം മദദുഷ്ടതയാ ന ഗഡദ ഉദ്ഭവ പ്രകൃതി പുരുഷയോ രജയോഃ ഉഭയയുജാ ഭവന്ത്യസുഹൃദോ ജലബുദ്ബുദവത് ത്വയി ദൈമേ തതോ വിവിധ നാമഗുണൈഃ പരമേ സരിതൈവാർണവേ മധുനിലില്യുരശേഷരസാഃ നൃഷു തവ മായയാ ഭ്രമമമീശ്വവകത്യഭൃശം ത്വയി സുധിയോ ഭവേദദതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവ യദ്ഭൃഗുടിഃ സൃജതി മുഹുസ്ത്രിണേമിരഭവത്ശരണേഷു ഭയം
വിജിതഹൃഷീകവായുഭിരദാന്തമനസ്തുരകം യൈഹയതന്തിയന്തുമതിലോലമുപായഗിതഃ വ്യസനശതാന്വിതാ സമവഹായ ഗുരോശ്ചരണം വണിജൈവാജസന്ധ്യകൃതകർണധരാജലധൗ സ്വജനസുതാത്മദാരധനധാമധരാസുരदैः ത്വയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോ രതയേ ചരതാം സുഖയതി കോന്വിഹ സ്വവിഹതേ സ്വനിരസ്തഭഗേ ഭുവി പുരുപുണ്യതീർത്ഥസദനാന്നി ഋഷയോ വിമദാസ്തൗത ഭവൽപദാംബുജഹൃദോഘപിതംഘ്രിജലാഃ ദദതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസത്തെ പുരുഷസാരഹരാവസദാൻ സതൈദമുത്ഥിതം സദിതി ചേന്നനു തർക്കഹദം വ്യഭിചരതി ക്വച ക്വച മൃഷാന തദോഭയയുഗ വ്യവഹൃതയേ വികൽപൈഷിതോന്ധപരംപരയാ ഭ്രമയതി ഭാരതീ തൗരുവൃത്തിഭിരുക്തജടാൻ നയതിദമഗ്ര ആസന ഭവിഷ്യതോ നിധനാദ് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയതേ ദ്രവിണജാതി വികൽപപദൈഃ വിദധമനോ വിലാസമൃതമിത്യവയന്ത്യബുധാഃ സ യദജയാ ത്വജാ മനുഷയീത ഗുണാംശ ജുഷൻ ഭജതി സ്വരൂപദാം തദനു മൃത്യുമപേദഭഗഃ ത്വമുദജഹാസിതാമഹിരിവ ത്വചമാത്തഭഗോ മഹസി മഹീയസേഷ്ടഗുണിതേ പരിമേയഭഗഃ യദി ന സമുദ്ധരന്തി യതയോ ഹൃദി കാമജടാം ദുരധിഗമോ സതാം ഹൃദി ഗതോസ്മി അത ഹൃദി ഗതോ അസ്മൃതകണ്ഡമണിഃ അസുതൃപയോഗിനാമുഭയതോപ്യസുഖം ഭഗവൻ അനഭഗതാന്തകാദനധിരൂഢപദാദ്ഭവതഃ ത്വദവഗമീന വേത്തി ഭവദുക്തശുഭാശുഭയോർ ഗുണവിഗുണാന്വയാൻ തർഹി ദേഹഭൃതാം ച ഗിരഃ അനുയുഗമന്വഹം സഗുണഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗകൃതിർമനുജൈഃ ദ്വിപദയ ഏവ തേന യയുരന്തമനന്തദയാ ത്വമഭിയദന്തരാണ്ഡനിചയാനനു സാവരണാഃ ഖൈവരജാംസി വാന്തി വയസാ സഹയശ്രുതയഃ ത്വയി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാഃ. ശ്രീഭഗവാനുവാച ഇത്യേതദ് ബ്രഹ്മണഃ പുത്രാഃ ആശ്രിത്യാത്മാനുശാസനം സനന്ദനമദാനർച്ചുഃ സിദ്ധാ ജ്ഞാത്വാത്മനോ ഗതിം ഇത്യശേഷ സമാമ്നായ പുരാണോപനിഷദ്രസഃ സമുദ്രിത പൂർവജാതൈർവ്യോമയാനൈർമഹാത്മഭിഃ ത്വം ചൈതദ് ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയൻ ചരകാം കാമം കാമാനാം ഭർജനം നൃണാം. ശ്രീശുക ഉവാച ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണശ്രുതധരോ രാജൻ ആഹ വീരവ്രതോ മുനിഃ. നാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോ ധത്തെ സർവഭൂതാനാം അപവായ ഉഷധീകലാഃ. ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മനഃ തതോഗാദാശ്രമം സാക്ഷാത് പിതൃദ്വൈപായനസ്യ മേ സഭാജിതോ ഭഗവതാ കൃതാസന പരിഗ്രഹഃ തസ്മൈ തദ്വർണയാമാസ നാരായണമുഖാത് ശ്രുതം. ഇത്യേതദ്വർണിതം രാജൻ യന്നഃ പ്രശ്നകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേപി മനശ്ചരേത്. യോസ്യോത്പ്രേക്ഷക ആദിമദ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃ സാസ്ഥിതാഃ. യം സമ്പദ്യ ജഹാത്യജാം അനുശയീ സുപ്തകുലായം യദാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരദനാരായണ സംവാദേ വേദസ്തുതിർ നാമ സപ്താശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. ഇപ്പം വേദസാരമായ ശ്രുതിഗീതയാണ് നമ്മൾ ഈ അധ്യായത്തിൽ 87-ാം അധ്യായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആമുഖമേ കണ്ടിട്ടുള്ളൂ. ഗീതയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചര തസ്മാത് ഭാരതമാഖ്യാതം എന്ന് ഭാഗവത ആരംഭത്തിൽ വ്യാസൻ ഇതിഹാസ പുരാണങ്ങൾ എന്തിനാണ് രചിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും വേദത്തിൽ വേണ്ട പോലെ പ്രവർത്തിക്കാനാവില്ല. ത്രയീ ന ശ്രുതിഗോചര. അവിടെ സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂനാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ച് കലുഷിത അന്ധക്കരണന്മാരായിരിക്കുന്ന ലൗകികന്മാർക്ക് എന്ന് താല്പര്യമാണ്. എപ്പോഴും രാഗദ്വേഷങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി ലോകവ്യവഹാരങ്ങളിൽ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ആ വേദത്തിൽ വേണ്ട പോലെ മനസ്സിരുത്താൻ കഴിയുകയില്ല. ത്രയീ ന ശ്രുതിഗോചര എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കേട്ടാലും അതിൽ മനസ്സിരുത്താനും തോന്നില്ല, അഥവാ അത് മനസ്സിലാവുകയും ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇതിഹാസ പുരാണങ്ങളിൽ ഭഗവാന്റെ ലീലകളെ, അവതാര കഥകളെയൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അതിലൂടെ അന്ധക്കരണം ശുദ്ധവും ശാന്തവും ആക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ഇത്രയും അധ്യായങ്ങളെ കൊണ്ട്, അതിൽ പ്രത്യേകിച്ച് ദശമസ്കന്ധത്തിൽ നിരോധം എന്നുള്ള ലക്ഷണമാണ്, അഥവാ ഭഗവാന്റെ ആ നിരോധാത്മകമായ ലീലകളാണ് നമ്മൾ കേട്ടത് അല്ലേ? 86 അധ്യായങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണചരിതം നമ്മുടെ മനസ്സിനെ ബഹിർമുഖമായി പോകുന്നതിൽ നിന്നും, വിഷയ ആഭിമുഖ്യത്തിൽ നിന്നും തടഞ്ഞ് അന്തർമുഖമാക്കി ഭഗവാനിലേക്ക് പ്രവർത്തിപ്പിക്കുവാൻ യോഗ്യമാക്കുകയാണ് ഭാഗവതം ചെയ്തത്. നമ്മൾ എത്രത്തോളം അതിനോട് നീതി പുലർത്തി എന്നറിയില്ല. ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കണം. ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കണം, ഈ ഭഗവാന്റെ കൃഷ്ണലീലകൾ എൻ്റെ മനസ്സിനെ എത്രത്തോളം നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബാഹ്യ വിഷയങ്ങളിൽ എൻ്റെ മനസ്സ് കൊതിയോടുകൂടി
തൃഷ്ണയോടുകൂടി ആസക്തിയോടുകൂടി കുതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ? ഇപ്പോഴും രാഗദ്വേഷങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ മതിക്കുന്നുണ്ടോ? അസൂയാദി ദോഷങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടോ എന്ന് അവനവൻ തന്നെ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, ആത്മവിമർശനം ചെയ്യുക. അപ്പോൾ ഇത്രയും 86 അധ്യായങ്ങളെ കൊണ്ട് മനസ്സിനെ ഒതുക്കി അടക്കി ശുദ്ധമാക്കി ചിത്തവൃത്തി നിരോധം സാധിക്കുന്നവർക്കാണ് ഈ വേദസാരമായ ശ്രുതിഗീത ഉൾക്കൊള്ളാനുള്ള പാകത ആകുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മളും ചിന്തിക്കുക, അത് സാധിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ എത്രത്തോളം നമ്മൾ ആ യോഗ്യത നേടിയിട്ടുണ്ടോ അത്രത്തോളം ഈ സമുദ്രത്തിലേക്ക് ഇറങ്ങി മുങ്ങിക്കളിക്കാം, നീന്തി തുടിക്കാം. ഏത് സമുദ്രത്തിലേക്ക്? ഈ ശ്രുതിഗീതയാകുന്ന സാഗരത്തിലേക്ക് ആഴത്തിലിറങ്ങണമെങ്കിൽ അതിനുള്ള യോഗ്യത നേടിയിരിക്കണം. യു ഹാവ് ടു ബി വെൽ എക്യുപ്ഡ്, വെൽ ട്രെയിൻഡ്. അപ്പോൾ അതാണ് ഈ ശ്രുതിഗീത ഇവിടെ വച്ചിരിക്കുന്നതിൻ്റെ സാങ്കത്യം. അത്രയും ഉയർന്ന തലത്തിലുള്ള ഋഷീശ്വരന്മാരാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നതും. ബ്രഹ്മദേവന്റെ ശുദ്ധമായ സത്വഗുണപ്രധാനമായ മനസ്സിൽ നിന്ന് ആവിർഭവിച്ചവരായ സനകാദികളാണ് ഇവിടുത്തെ വക്താവും ശ്രോതാക്കളും. അതേപോലെ തപസ്സിന്റെ മൂർത്തിയായ നാരായണ ഋഷിയാണ് മഹാഭക്തനും ജ്ഞാനിയുമായ ആ നാരദ മഹർഷിക്ക് ഉപദേശിക്കുന്നത്. അതുതന്നെയാണ് ശ്രീ ശുകബ്രഹ്മർഷി ഇത്രയും ദിവസത്തെ 6 ദിവസം ശ്രവണം കഴിഞ്ഞിരിക്കുന്ന ആ പരീക്ഷിത്ത് രാജാവിന് ഇനി 1 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അദ്ദേഹത്തിൻ്റെ ആയുസ്. അപ്പോഴേക്കും അദ്ദേഹം മനസ്സ് ഇരുത്തം വന്നു കഴിഞ്ഞു, പാകത വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള അദ്ദേഹത്തിനായിക്കൊണ്ടാണ് ഇത് ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗൗരവ ബുദ്ധിയ ശ്രദ്ധയ നമുക്ക് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നേ പറയാനുള്ളൂ, അല്ലേ? ഇപ്പം നമ്മൾ ഈ ആദ്യ ഭാഗം 87-ാം അധ്യായത്തിൽ ആദ്യ ഭാഗം പരീക്ഷത്തിൻ്റെ ചോദ്യം എങ്ങനെയാണ് അനിർദ്ദേശ്യവും നിർഗുണവും സതസതഃ പരവുമായിരിക്കുന്ന ആ ബ്രഹ്മണി ഗുണവൃത്തയ ശ്രുതയ കഥം സാക്ഷാത് ചരന്തി, എങ്ങനെ അവിടേക്ക് പ്രവർത്തിക്കുന്നു, പ്രവേശിക്കുന്നു, എന്താണ് അതിൻ്റെ രഹസ്യം? ഈ വേദങ്ങൾക്ക് നിർഗുണ ബ്രഹ്മത്തെ വർണ്ണിക്കാനുള്ള ശേഷി ഉണ്ടോ, സാധിക്കുമോ എന്നാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും ആ വേദത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. വേറെ ഒരു ഉപാധിയുമില്ല, ഒരു പ്രമാണവും ഇല്ല. മറ്റൊരു പ്രമാണം കൊണ്ടും ഈ ഒരു തത്വത്തെ, ഈ ബ്രഹ്മതത്വത്തെ നമുക്ക് അറിയാനോ വ്യാഖ്യാനിക്കാനോ ഒന്നും സാധ്യമല്ല. ഒരേ ഒരു പ്രമാണം വേദ ശബ്ദബ്രഹ്മം. അപ്പോൾ ആ വേദം നമ്മളെ കൈപിടിച്ച് ഉയർത്തി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിൻ്റെ സാരമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടികർത്താവായ ഭഗവാൻ പ്രഭു നമ്മൾക്ക് കരണങ്ങളെയെല്ലാം സൃഷ്ടിച്ചു. എന്തിന്? വിഷയങ്ങളെ അനുഭവിച്ച് വാസനകൾ തീർക്കാനും, അതുപോലെ ക്ഷേമത്തെ പ്രാപിക്കാനും, അതുപോലെ അന്തർമുഖരായി ആ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാനും, നിവൃത്തിയിലേക്കും. അപ്പോൾ പ്രവൃത്തി നിവൃത്തി 4 പുരുഷാർത്ഥങ്ങളിൽ 3 പ്രവൃത്തി, മോക്ഷം എന്നുള്ളത് നിവൃത്തി.
പ്രവൃത്തി നിവൃത്തികൾക്കായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് തന്നു. അങ്ങനെ എല്ലാവർക്കുമായി ആ സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ഉപനിഷത്തുക്കൾ അത് പൂർവീകരാൽ ഗ്രഹിക്കപ്പെട്ടു. ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്ന ആ ബ്രാഹ്മീ ഉപനിഷത്ത് നമ്മുടെ എല്ലാം പൂർവീകന്മാർക്കും പൂർവീകരായിട്ടുള്ള ആളുകളാൽ അത് ഗ്രഹിച്ചു. അത് തന്നെ ശ്രദ്ധയോടുകൂടി ആരാണോ ധരിക്കുന്നത് അവർ ക്ഷേമത്തെ പ്രാപിക്കും. അപ്പോൾ അവൻ അകിഞ്ചനനാവും എന്ന് പറഞ്ഞാൽ ഒന്നിലും മമതയില്ലാതെ എല്ലാത്തിൽ നിന്നും നിസ്സംഗനായി എല്ലാറ്റിൽ നിന്നും വിരക്തനായി തീരും. അങ്ങനെ അവൻ ക്ഷേമത്തെ അഥവാ മോക്ഷത്തെയും പ്രാപിക്കും. അപ്പോൾ ഈ വേദങ്ങൾ പറഞ്ഞ ഈ നമുക്ക് തന്നിട്ടുള്ളതായിട്ടുള്ള ഈ അറിവ് ഉപദേശങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നാരായണ മഹർഷി നാരദന് ഉപദേശിച്ചതായിട്ടുള്ള ഒരു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ നാരദൻ ലോകങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ട് നാരായണാശ്രമത്തിലേക്ക് ചെന്നു. സനാതനനായ നാരായണ ഋഷിയെ കാണുവാനായിക്കൊണ്ട് ആ നാരായണ ഋഷി എന്താ ചെയ്യണത്? അസ്മിൻ ഭാരതവർഷേ നൃണാം സ്വസ്ഥയേ ക്ഷേമായ, ഈ ഭാരതവർഷത്തിൽ എല്ലാ നരന്മാർക്കും സ്വസ്തിക്കും ക്ഷേമത്തിനുമായിക്കൊണ്ട് തപസ്സിനെ കൽപ്പാതി മുതൽ കൽപ്പാന്തം വരെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ധർമ്മജ്ഞാന ശമോപേതം, ധർമ്മം ജ്ഞാനം ശമം മുതലായതോടുകൂടിയ തപസ്സിനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കലാപഗ്രാമം അഥവാ ബദരീനാഥ് ഗ്രാമത്തിലുള്ള ഋഷികളാൽ സേവിതനായിക്കൊണ്ട് ഇരിക്കുന്ന അദ്ദേഹത്തെ ചെന്ന് നാരദ മഹർഷി പ്രണമിച്ചു. എന്നിട്ട്, ഹേ പരീക്ഷിത് രാജാവെ, അങ്ങ് ചോദിച്ച ഇതേ ചോദ്യം അവിടെ ചെന്ന് ചോദിച്ചു. നാരദ ഋഷി നാരായണ ഋഷിയോട് ചോദിച്ചു. ആ നാരദനോടായിക്കൊണ്ട് ഭഗവാൻ നാരായണ മഹർഷി മറ്റുള്ള ഋഷിമാരെല്ലാം കേട്ടുകൊണ്ടിരിക്കെ ഈ വരാൻ പോകുന്ന കഥയെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ പറഞ്ഞു. ബ്രഹ്മവാദ, ബ്രഹ്മത്തെക്കുറിച്ചിട്ടുള്ള സംവാദം. ആരുടെ? പൂർവേഷാം ജനലോക നിവാസിന, നാരായണ ഋഷിക്കും പൂർവീകന്മാരായിരുന്ന എല്ലാവർക്കും ജ്യേഷ്ഠന്മാരായിരുന്ന ആ സനകാദികൾ, ജനലോകത്തിൽ വസിക്കുന്നവരായ സനകാദികളുടെ സംവാദത്തെ നാരായണ ഋഷി നാരദന് കേൾപ്പിച്ചു അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു. ആ നാരായണ ഋഷിയുടെ വാക്കുകൾ പറഞ്ഞു. സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ അഭവത് പുരാ തത്രസ്ഥാനം മാനസാനാം മുനീനാം ഊർധ്വരേതസാം. അല്ലയോ ബ്രഹ്മദേവന്റെ പുത്ര, സ്വയംഭൂവായ ബ്രഹ്മദേവന്റെ പുത്ര സ്വയംഭുവ നാരദ, പുരാ ജനലോകേ ബ്രഹ്മസത്രം അഭവത്. പണ്ട് ബ്രഹ്മലോകത്തില് ജനലോകത്തില് ഒരു ബ്രഹ്മസത്രം സംഭവിച്ചു, ഒരു വേദ ചർച്ച. ആര് തമ്മില്? തത്രസ്ഥാനാം മാനസാനാം മുനീന ഊർധ്വരേതസ. അവിടെ വസിക്കുന്നവരായ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ ഊർധ്വരേതസ്സുകളായ മുനികൾ തമ്മിൽ. അതെപ്പോഴാണ് ഉണ്ടായത്? അങ്ങ് അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ശ്വേതദ്വീപം ഗതവതി ത്വയി, ത്വയി ശ്വേതദ്വീപം ഗതവതി. അങ്ങ് ശ്വേതദ്വീപിലേക്ക് പോയപ്പോൾ, പാലാഴി മധ്യത്തിലുള്ള ശ്വേതദ്വീപത്തിൽ തദീശ്വരം ദ്രഷ്ടും, അവിടുത്തെ ഈശ്വരനായ അനിരുദ്ധനെ കാണാനായിട്ട് പോയപ്പോൾ, ബ്രഹ്മവാദ സുസമൃത്ത ശ്രുതയോ യത്ര ശേരതെ. ഇവർ തമ്മിൽ, സനകാദികൾ തമ്മിൽ ബ്രഹ്മവാദം അഥവാ വേദത്തെ സംബന്ധിച്ചതായിട്ടുള്ള സംവാദം സുസമൃത്ത നന്നായി നടക്കപ്പെട്ടു. ഏതൊന്നിലാണോ ശ്രുതികൾ വിഷയമായിരിക്കുന്നത്. തത്രഹായം അഭൂത് പ്രശ്ന ത്വം മാം യം അനുപൃച്ഛസി. അവിടെ ഇപ്പോൾ നാരദ അങ്ങ് എന്നോട് ഏത് ചോദ്യം ചോദിച്ചുവോ അതേ ചോദ്യം അവിടെയും ഉണ്ടായി. അതേ പ്രശ്നം അവിടെ ചർച്ച ചെയ്തു. ഈ സനകാദികൾ 4 പേരും വേദ അധ്യയനം കൊണ്ടും തപസ്സുകൊണ്ടും ശീലം കൊണ്ടുമൊക്കെ സമന്മാരാണ്. അതുപോലെ അവർക്ക് ബന്ധുമിത്രാദികളോ മധ്യമന്മാരോ ആയിട്ട് പ്രത്യേകിച്ച് ആരോടും മമതയൊന്നുമില്ല. എല്ലാവരിലും സമദൃഷ്ടികളാണ്. അങ്ങനെയുള്ള
അവരിൽ ഒരാൾ പ്രവക്താവായി ഏകം പ്രവചനം ചക്രുഹു അപരേ ശുശ്രൂഷവഃ, ഒരാളെ പ്രവക്താവാക്കി മാറ്റി മറ്റുള്ളവർ ശുശ്രൂഷുക്കളായി അഥവാ ശ്രവണം ചെയ്യുന്നവരായി ശ്രോതാക്കളായി മാറി. ഇതുവരെയ്ക്കാണ് നമ്മൾ രാവിലെ പറഞ്ഞു നിർത്തിയത്. ഇനി സനകാദികളുടെ സംവാദം ആരംഭിക്കുകയാണ്. നാരായണ. സനന്ദന ഉവാച സ്വസൃഷ്ടമിതമാപീയ ശയാനം സഹശക്തിഭിഃ തദന്തേ ബോധയാൻ ചക്രുഃ തല്ലിംഗൈഃ ശ്രുതയഃ പരം. സനന്ദന ഉവാച സ്വസൃഷ്ടം ഇദമാപീയ ശയാനം സഹശക്തിഭിഃ തദന്തേ ബോധയാൻ ചക്രുഃ തല്ലിംഗൈഃ ശ്രുതയഃ പരം. ഇവിടെ ഈ ശ്ലോകത്തിൽ എന്താ വിഷയം? ബോധയാം ചക്രുഹു, അതാണ് ക്രിയ. ബോധയാം ചക്രുഹു എന്ന് പറഞ്ഞാൽ ബോധിപ്പിച്ചു അഥവാ ഉണർത്തി എന്നാണ്. ആരാണ് ഉണർത്തിയത്? ശ്രുതയഃ. ഇവിടെ ശ്രുതയഃ എന്ന് പറഞ്ഞിട്ട്, ശ്രുതയഃ എന്ന് പറഞ്ഞാൽ ശ്രുതി ദേവതാഹ എന്നർത്ഥമാണ്. വേദം ദേവതാരൂപത്തിൽ ശ്രുതി ദേവതകളായി ഭഗവാനെ ഉണർത്തി എന്നാണ്. ബോധയാൻ ചക്രുഹു. അപ്പോൾ ആരെ ഉണർത്തി? അതാണ് ആദ്യത്തെ വരിയിൽ സഹശക്തിഭിഃ ശയാനം. തൻ്റെ ശക്തികളോടുകൂടി ശയിക്കുന്നവനെ ഉണർത്തി. അവൻ എന്ത് ചെയ്തിട്ട് ശയിക്കായിരുന്നു? സ്വസൃഷ്ടം ഇദമാപീയ. സ്വസൃഷ്ടം, തന്നാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട, ഇതം സൃഷ്ടം, ഇതം ജഗത്, ഈ പ്രപഞ്ചം, ഇതം ആപീയ, നന്നായി പാനം ചെയ്തിട്ട്, നന്നായി കുടിച്ചിട്ട് എന്ന് പറഞ്ഞാലോ, തൻ്റെ സൃഷ്ടിയായ ഈ ജഗത്തിനെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് എല്ലാറ്റിനെയും, അപ്പോൾ ആ എല്ലാറ്റിനെയും ഉള്ളിലേക്ക് ആക്കുന്ന കാലമാണ് പ്രളയം എന്ന് പറയുന്ന കാലം. അപ്പോൾ പ്രളയകാലത്ത് താൻ മുമ്പ് സൃഷ്ടിച്ചിരുന്ന ജഗത്തിനെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് അഥവാ പാനം ചെയ്തിട്ട് സഹശക്തിഭിഃ ശയാനം, തൻ്റെ ശക്തികളോടുകൂടി ശയിക്കുന്നവനായ ഈശ്വരനെ എന്നർത്ഥം. അപ്പോൾ ഇവിടെ സ്വശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന് സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രകൃതി, കാലം മുതലായിട്ടുള്ള ശക്തികളാണ്. ഭഗവാൻ ഏതൊക്കെ ശക്തികളെ സൃഷ്ടിക്കാനായിക്കൊണ്ട് ഉപയോഗിക്കുന്നുവോ അതാണ് പ്രകൃതി, കാലം മുതലായത്. ആ ശക്തികളെ, അത് തന്നെ മായയുടെ വിവിധ ഭാവങ്ങൾ, ആ ശക്തികളോടുകൂടി ശയിക്കുകയാണ് ഇവിടെ. ശയിക്കുക എന്ന് പറഞ്ഞാൽ പ്രളയകാലത്തെ യോഗനിദ്ര ചെയ്യുന്നവൻ. ശാന്താകാരം ഭുജഗശയനം, പത്മനാഭനല്ല കേശവനായിട്ട് ശയിക്കുന്നവൻ അല്ലേ? നാഭിയിൽ പത്മം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സൃഷ്ടിയില്ലാത്ത കാലം. സൃഷ്ടം തൻ്റെ തന്നെ ശക്തികളോടുകൂടി യോഗനിദ്ര ചെയ്യുന്ന ഈശ്വരനെ പരം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അവസാനത്തെ. ശ്രുതയഃ പരം. അപ്പോൾ ആ പരം എന്നുള്ളത് പരമേശ്വരം എന്നു തന്നെയാണ് അർത്ഥം. എല്ലാറ്റിനും അതീതനായ, എല്ലാറ്റിനും കാരണഭൂതനായ ആ പരമേശ്വരനെ തദന്തേ എന്ന പ്രയോഗമുണ്ട്. എന്താ തദന്തേ? പ്രളയാന്തേ എന്ന്. പ്രളയം കഴിഞ്ഞ് സൃഷ്ടി ആരംഭിക്കേണ്ട സമയമാകുമ്പോൾ, അപ്പോൾ കഴിഞ്ഞ ആ സൃഷ്ടികാലം കഴിഞ്ഞ് പ്രാകൃത പ്രളയം, പ്രകൃതിയെല്ലാം ലയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ബ്രഹ്മപ്രളയം എന്ന് തന്നെ പറയാം. ബ്രഹ്മദേവനടക്കം ലയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആരുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ
ചതുശ്ലോകിയിൽ പറഞ്ഞ പോലെ അഹമേവാസമേവാഗ്രേ നാന്യത് യത് സദസത് പരം എന്ന് പറഞ്ഞില്ലേ. അഹമേവ ആസമേവ അഗ്രേ, ഇൻ ദ വെരി ബിഗിനിങ് ഐ അലോൺ വാസ്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഉറപ്പ്. ഏവ, വേറൊന്നും ഉണ്ടായിരുന്നില്ല. സത്തും അസത്തും പരവുമായിട്ട് ഒന്നുമില്ല, കാര്യമായും കാരണമായും ഒന്നുമില്ല. അഥവാ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളായിട്ടുള്ള ഒരു ജഗത്തും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആ അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ അന്തേ എന്ന് പറയുമ്പോഴോ സൃഷ്ടിയുടെ കാലമാകുമ്പോൾ നാരായണീയകാരൻ പറയുന്ന വ്യക്താവ്യക്തമിതം ന കിഞ്ചിതഭവത് പ്രാകൃത പ്രക്ഷയേ. ആ പ്രാകൃത പ്രക്ഷയെ, പ്രകൃതിയെല്ലാം ലയിച്ചിരിക്കുന്ന കാലത്ത് വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള ഈ കാണുന്നതൊന്നുമില്ലായിരുന്നു. മായയും അങ്ങയിൽ തന്നെ അടങ്ങിയിരുന്നു, എല്ലാ ശക്തികളും അങ്ങയിൽ തന്നെ ലയിച്ചിരുന്നു. ഒന്നുമില്ല എന്നില്ല, എല്ലാം അങ്ങയിൽ അന്തർഭവിച്ചിരുന്നു ബീജരൂപത്തിൽ എന്നുള്ളൊരവസ്ഥയുണ്ട്. അതാണ് ഇവിടെ. അപ്പോൾ തദന്തേ എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ അഥവാ പ്രളയത്തിൻ്റെ അവസാനത്തിൽ, ആ സന്ധ്യാവേളയിൽ അല്ലെ, ഏതിൻ്റെ സന്ധ്യയിൽ? പ്രളയം കഴിഞ്ഞ് സൃഷ്ടി ആരംഭിക്കുന്ന ആ പ്രഭാത സന്ധ്യയിൽ, ഉഷസ്സന്ധ്യയിൽ എന്നർത്ഥം. ആ ഉഷസ്സന്ധ്യയിൽ നേരം പുലരുന്നതിന് മുമ്പേ തന്നെ, ഇവിടെ ഏത് നേരം പുലരലാണ്? സൃഷ്ടി ആരംഭിക്കുക എന്നുള്ള നേരം പുലരൽ. അപ്പം അതിന് സൃഷ്ടികർത്താവ് ആയ ഈശ്വരൻ ഉണരണം, എന്നിട്ട് വേണം സൃഷ്ടി ആരംഭിക്കാൻ. അപ്പോൾ തദന്തേ, ആ അവസാനത്തിൽ, ശ്രുതയഃ ബോധയാൻ ചക്രുഹു, ശ്രുതികൾ ബോധിപ്പിച്ചു അഥവാ ഭഗവാനെ ഉണർത്തി. എങ്ങനെ ഉണർത്തി? തല്ലിംഗൈഹി. തല്ലിംഗൈഹി എന്ന് പറഞ്ഞാൽ തല്ലക്ഷണൈഹി എന്നർത്ഥം. ഭഗവാനെ ബോധിപ്പിക്കുന്ന, ഭഗവാന്റെ മാഹാത്മ്യങ്ങളെക്കുറിച്ച് പറയുന്ന ലക്ഷണവാക്യങ്ങളെ കൊണ്ട്, ഭഗവാന്റെ എന്താ പറയുക, ശക്തികളെക്കുറിച്ച്, ലീലകളെക്കുറിച്ച്, സ്വരൂപത്തെക്കുറിച്ച്, ഗുണങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ വർണ്ണിക്കുന്നതായിട്ടുള്ള ലിംഗങ്ങൾ, ലക്ഷണങ്ങൾ. ഇപ്പൊ ഭഗവാനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങളെ കൊണ്ട് ഭഗവാനെ ബോധിപ്പിച്ചു അഥവാ ഉണർത്തി. ഏതുപോലെ എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയണം. യഥാശയാനം സമ്രാജം ബന്ദിനഃ തൽപരാക്രമൈഃ പ്രത്യൂഷേഭ്യേത്യ സുശ്ലോകൈഃ ബോധയന്ത്യനുജീവിനഃ. യഥാശയാനം സമ്രാജം ബന്ദിനസ്തൽപരാക്രമൈഃ പ്രത്യൂഷേഭ്യേത്യ സുശ്ലോകൈഃ ബോധയന്ത്യനുജീവിനഃ. യഥാ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഉപമയാണ് എന്ന് മനസ്സിലാക്കാം. ഏതുപോലെ എന്ന്. ഇതുപോലെ, ഏതുപോലെ? ശയാനം സമ്രാജം, സമ്രാട്ട് എന്നാൽ ചക്രവർത്തി, രാജാവ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ രാജാവ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ശയിക്കുകയാണ്. ആ ശയിക്കുന്നതായിട്ടുള്ള രാജാവിനെ പ്രത്യൂഷേ പ്രഭാതത്തിൽ, ദിനം പ്രതി എന്നും അർത്ഥം. ഓരോ ഉഷസ്സിലും ഓരോ പ്രഭാതത്തിലും എങ്ങനെയാണോ ബന്ദിനഃ അഥവാ വന്ദിനഃ, വഭയോർ അഭേദഃ, വായും ബായും ഭേദമില്ലാതെ പ്രയോഗിക്കാം സംസ്കൃത ഭാഷയിൽ. അപ്പോൾ വന്ദികൾ എന്ന് പറഞ്ഞാലേ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവുള്ളൂ. ബംഗാളികൾക്കും വടക്കേന്ത്യക്കാർക്കും ബന്ദിനഃ എന്ന് പറഞ്ഞാലും മനസ്സിലാവും. അപ്പോൾ വന്ദിനഃ ഏവ ബന്ദിനഃ. വന്ദികൾ എന്ന് പറഞ്ഞാലോ സൂതമാഗത വന്ദികൾ എന്ന് പറയുന്ന രാജാവിനെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിപാഠകന്മാർ. ആ വന്ദികൾ ഉറങ്ങുന്ന രാജാവിനെ തത്പരാക്രമൈഹി, അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങളെക്കുറിച്ച് വർണ്ണിക്കും പോലെ, ആ രാജാവിൻ്റെ മാഹാത്മ്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കും പോലെ, പ്രത്യൂഷേ പ്രഭാതകാലത്ത് അഭ്യേത്യ, അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം കേൾക്കുന്ന അടുത്ത് വരണം. പള്ളിയറയുടെ സമീപം വന്ന് പള്ളി ഉണർത്തും. അതാണ് സുശ്ലോകൈഹി ബോധയന്തി അനുജീവിനഃ. ഇവിടെ അനുജീവിനഃ എന്ന് പറയുന്നത് ബന്ദിനഃ എന്നുള്ളതിന്റെ വിശേഷണമാണ്. അനുജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ രാജാവ് ചെലവിന് കൊടുത്തു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചെലവിൽ ആശ്രിതരായി കഴിയുന്നവർ. അപ്പോൾ ചക്രവർത്തിയുടെ ആശ്രിതരായി അവരുടെ ജോലി ഇതാണ്, അതിനുള്ള ശമ്പളം പറ്റുന്നവരായിട്ടാണ്. അവരുടെ ഉപജീവന മാർഗം രാജാവിനെ പള്ളി ഉണർത്തുക, രാജാവിനെ ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ സ്തുതിക്കുക, വിശേഷ ദിവസങ്ങളിലൊക്കെ രാജാവിനെ കുറിച്ച് പ്രശംസിക്കുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അനുജീവിനഃ വന്ദിനഃ. രാജാവിനെ അനുജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആ വന്ദികൾ. സുശ്ലോകൈഹി തത്പരാക്രമൈഹി സുശ്ലോകൈഹി, ആ രാജാവിന്റെ പരാക്രമങ്ങളെ സൂചിപ്പിക്കുന്ന നല്ല വാക്യങ്ങളെ കൊണ്ട് ബോധയന്തി യഥാ ബോധയന്തി, എപ്രകാരം ഉണർത്തുന്നുവോ തഥാ എന്ന് ഇവിടേക്കും എടുക്കണം. എവിടേക്ക്? ശ്രുതികൾ ദേവതാരൂപത്തിൽ ഭഗവാനെ പ്രളയകാലത്ത് ഉറങ്ങിക്കിടന്ന് ഇനി സൃഷ്ടി ആരംഭിക്കേണ്ടതായിട്ടുള്ള സന്ദർഭത്തിൽ ആദ്യം ഉണരുന്നത് ഈ ശ്രുതി ദേവതകളാണ്. ശ്രുതി ദേവതകൾ ഭഗവാന്റെ നിശ്വാസത്തിൽ നിന്ന് ഉണ്ടാവുന്നവരാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഭഗവാന്റെ ആദ്യശ്വാസം എന്ന് തന്നെ പറയാം. പ്രഭാതത്തിലുള്ള ആദ്യശ്വാസം ഈ ശ്രുതി ദേവതകളെയാണ് ഉണർത്തുന്നത്. അവര് ഭഗവാനെ തിരിച്ചും ഉണർത്തുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ശ്രുതി ദേവതകൾ ദിവസവും രാവിലെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ഉള്ളിലും ഉണരൂ, എഴുന്നേൽക്കൂ, സൽക്കർമ്മങ്ങൾ ചെയ്യൂ, ഇന്നലെ ഇന്നതൊക്കെ ചെയ്തുവല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നും ഇന്നതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിലും ദിവസവും രാവിലെ ഏതൊക്കെയോ ശക്തികൾ നമ്മളെ ഉണർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്, നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്, നമ്മളെ ബോധവാന്മാരാക്കുന്നുണ്ട്, ഉത്തരവാദിത്വമുള്ളവരാക്കി ഉണർത്താനും നമ്മുടെ കർമ്മങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കാനുമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ശ്രുതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും വേണ്ട ശ്രുതിയെല്ലാം വേണ്ട പോലെ കേട്ടിരുന്നു എങ്കിൽ, ശാസ്ത്രങ്ങളൊക്കെ ഈ പറഞ്ഞ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ വേണ്ട പോലെ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ രാവിലത്തെ ഈ ശ്രുതികളുടെ ശബ്ദം നമുക്ക് നന്നായിട്ട് കേൾക്കാം, അവരുടെ വാക്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ഇപ്പോൾ പലർക്കും ഒന്നും കേൾക്കാത്തത് എന്തുകൊണ്ട്? ഒന്നും ശ്രവിക്കാത്തത് കൊണ്ട് അല്ലേ? സംസ്കാരമില്ലാത്തവർക്കൊന്നും രാവിലെ ഇങ്ങനൊരു ഉത്തരവാദിത്വ ബോധം തോന്നുന്നില്ല. ആരെങ്കിലും പിടിച്ചെഴുന്നേൽപ്പിക്കണം, അവരെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കണം. തമോ ഗുണപ്രധാനികളായിട്ടുള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കണമെന്ന് തോന്നില്ല. അപ്പോൾ തോന്നണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉണർത്ത് പാട്ടുണ്ടാവണം. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ഉണർത്ത് പാട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരം ഉണ്ടായിരിക്കണം. ഏത് സംസ്കാരം? ഈ ശ്രുതികൾ കേട്ടിട്ടുള്ള ഈ വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, അതിൻ്റെ സാരമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു അറിവ്, ആ സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വിളി കേട്ട് ഈ ശ്രുതി ദേവതകളുടെ സ്തുതി കേട്ട് നമ്മളും ഉണരും. അതിൻ്റെയൊക്കെ പ്രതീകാത്മകമായിട്ടാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ സുപ്രഭാതം വയ്ക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഹ്നികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. അപ്പോൾ ഈ ശ്രുതിഗീതയുടെ മറ്റൊരു കുറച്ചുകൂടി സ്ഥൂലവും ലളിതവുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ക്ഷേത്രങ്ങളിലെ ദേവതകളെ സുപ്രഭാതം കൊണ്ട് ഉണർത്തുന്നത്. അതുതന്നെ നമ്മുടെ ഉള്ളിലേക്കാവുമ്പോൾ നമ്മുടെ ഉള്ളിലെ നമ്മൾ
വേണ്ട സമയത്ത് ഉൾക്കൊണ്ടിട്ടുള്ള സംസ്കാരം നമ്മളെ നമ്മുടെ അമ്മമാര് രാവിലെ നല്ല വാക്കുകൾ പറഞ്ഞ് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അതൊക്കെ നമ്മുടെ ഉള്ളില് ചിരകാലം ഓർമ്മയുണ്ടാവും. രാവിലെ നമ്മളെ അമ്മമാര് നല്ല വാക്കുകൾ വിളിച്ച് നമ്മുടെ എഴുന്നേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളെയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണോ വിളിച്ചുണർത്തുക, അത് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആ ഒരു സംസ്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വലുതായാലും ആ ഒരു ഉൾവിളി അമ്മമാര് പുറത്തില്ലെങ്കിലും ഉള്ളിൽ നിന്ന് ആ സംസ്കാരം നമ്മളെ വിളിച്ച് ഉണർത്തും. അപ്പം അതിൻ്റെ ഒരു സ്ഥൂലമായിട്ടുള്ള ഒരു സ്ഥൂലം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തത്തിൽ ടോട്ടാലിറ്റിയിൽ ഉണരണമെങ്കിൽ, സൃഷ്ടി ഉണരണമെങ്കിൽ സൃഷ്ടികർത്താവായ ഭഗവാൻ ഉണരണം. നമ്മുടെ ശരീരം ഉണരാൻ നമ്മൾ ഉള്ളിലുള്ളതായിട്ടുള്ള ജീവൻ ഉണർന്നാൽ മതി. ഒരു വീട് ഉണരണമെങ്കിൽ ആ ഗൃഹനാഥൻ ഉണരണം എന്നതുപോലെ ഒരു പട്ടാള ക്യാമ്പ് ഉണരണമെങ്കിൽ അതിൻ്റെ കമാൻഡന്റ് ഉണരണം, അല്ലേ? എവിടെയും അതിൻ്റെ നാഥൻ ഉണരുമ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം കർമ്മകുശലരായി തീരുക. രാജാവ് ഉണരുമ്പോൾ ഒപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും ഭടന്മാരുമെല്ലാം അദ്ദേഹം തയ്യാറാവുമ്പോഴേക്കും മുമ്പേ തയ്യാറാവണം എന്നുള്ള ശുഷ്കാന്തിയോടെ ഉണരും. അതുപോലെ ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ ഉണരണമെങ്കിൽ, ഈ സൃഷ്ടി വർദ്ധിക്കണമെങ്കിൽ ഈശ്വരൻ സൃഷ്ടികർത്താവ് ഉണരണം. അതിന് ആദ്യം ആ സൃഷ്ടികർത്താവിൻ്റെ തന്നെ സൃഷ്ടിയായ വേദങ്ങളാണ് സ്തുതിക്കുന്നത്. ആ വേദദേവതകൾ തന്നെയാണ് ഇവിടെ ആ സ്തുതിക്ക് കാഴ്ചക്കാരും. വേറെ ആരും അവിടെ ഓഡിയൻസ് ഒന്നുമില്ല, അവർ തന്നെ സ്വയം സ്തുതിക്കുന്നു. അവർ തന്നെ പിന്നീട് മറ്റ് ഋഷീശ്വരന്മാർ അതിനെ കാലക്രമത്തിൽ ശ്രവിച്ച് ആ വേദവാക്കുകളുമായിട്ട് അവരുടെ തപസ്സിൽ നിന്ന് അവർ ട്യൂൺഡായിട്ട് അവർ അതാത് കാലങ്ങളിൽ ഈ ഋഷിമാർ പിടിച്ചെടുക്കുന്നു. ഈ വേദങ്ങളുടെ സ്തുതികളെ കാലാന്തരത്തിൽ കേൾക്കുന്നു. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു. ഇങ്ങനെ പരമ്പരയാ ഈ വേദങ്ങളുടെ സ്തുതി ഋഷി പരമ്പരകളിലൂടെ നമുക്ക് വന്നു ചേർന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പശ്ചാത്തലം ഒരുങ്ങി ഇനി സ്തുതി ആരംഭിക്കാം. വേദങ്ങളുടെ സ്തുതിയാണ്. ശ്രുതയ ഊജുഹു ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗഃ അഗജഗദോഗസാം അഖിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരതോനുചരന്നിഗമഃ. ശ്രുതയ ഊജുഹു ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗഃ അഗജഗദോഗസാം അഖിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരതോനുചരന്നിഗമഃ. അപ്പോ ശ്രുതയ ഊജുഹു, വേദങ്ങൾ, വേദദേവതകൾ, ശ്രുതിദേവതകൾ പറഞ്ഞു അഥവാ സ്തുതിച്ചു. എന്താ സ്തുതിക്കുന്നത്? ആദ്യം തന്നെ ജയ 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 എന്ന് തന്നെയാണ്. എങ്ങനെയാണോ വന്ദികൾ രാജാവിനെ ജയ ജയ എന്ന് വിളിക്കുന്നത്, അതിൻ്റെ അനുകരണമാണ് ഈ ശ്രുതികൾ തന്നെ ഭഗവാനെ അഥവാ ഈശ്വരനെ ജയ ജയ എന്ന് വിളിക്കുന്നതിൻ്റെ പ്രതീകാത്മകമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ജയ് കൃഷ്ണ, ജയ് ശ്രീകൃഷ്ണ, ജയ് രാധേശ്യാം, ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്നൊക്കെ ഓരോ ദേവന്മാരും അവരവരുടെ ഇഷ്ടദേവതകളെ പേര് പറഞ്ഞുകൊണ്ട്
ജയ് വിളിക്കുന്നതായിട്ടുള്ള സംസ്കാരം ഇന്നും നിലയും തുടങ്ങിയതല്ല. ഇത് RSSകാരോ സംഘപരിവാറോ തുടങ്ങിയതല്ല. ഇത് സനാതനമായിട്ടുള്ള ഉപനിഷത്ത് അഥവാ ശ്രുതിവാക്യമാണ്. ഈശ്വരന് ജയ് വിളിക്കുക എന്നുള്ളത് നമ്മുടെ സനാതന ധർമ്മമാണ്. അതിനെ ഈ ഭാരതത്തിൽ തന്നെ എന്താ പറയുക, നിഷേധിക്കാനും നിരോധിക്കാനും അത് തെറിവാക്കുകളാണെന്നൊക്കെ പറയാനും ഒക്കെ ഈ ഭാരതത്തിൽ ജനിച്ച് ഇവിടം ഭരിക്കുന്ന കുറെ അസത്തുക്കൾ, അങ്ങനെയാണ് അവര് ഇതിനെ കണക്കാക്കുന്നത്, പറയുന്നത്. കാരണം അവർക്കറിയാം ഇത് സനാതന ധർമ്മമാണെന്ന്. എങ്കിലും അവർക്ക് വേറെ ചിലരെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. വേറെ ചിലരുടെ വോട്ട് ബാങ്കിലാണ് അവരുടെ കണ്ണ്. അതിനുവേണ്ടി മത്സരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കിത് നിഷിദ്ധമായിട്ട് തോന്നുന്നു. ജയ് ശ്രീറാം, ജയ് ശ്രീകൃഷ്ണ, ജയ് രാധേശ്യാം, ജയ് ബദ്രി വിശാൽ, ജയ് ഹനുമാൻ എന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു. കാരണം ഇത് കേട്ടുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർ നമ്മൾക്ക് തരുന്ന വോട്ട് തരാതെയാവും എന്ന് കരുതിക്കൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ജയ് വിളിക്കാൻ സ്വാതന്ത്ര്യം വേണോ? ഇത് നിലനിൽക്കണമെങ്കിൽ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ആർക്ക് വോട്ട് ചെയ്താലാണോ നമുക്കിത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക? അവർക്ക് വേണം വോട്ട് ചെയ്യാനായിക്കൊണ്ട്. സന്ദർഭം നാളെ എന്താ പറയുക, തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വോട്ടാണ് അല്ലേ? തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ളിടത്തൊക്കെ പഞ്ചായത്തുകളിൽ വോട്ടാണ്, മുനിസിപ്പാലിറ്റികളിലൊക്കെ. ഈ അടിത്തട്ടിൽ നിന്നാണ് അധികാരം ഉറപ്പാക്കേണ്ടത്. ഈ അടിത്തട്ട് പിടിച്ചാലേ മുകളിലോട്ടുള്ള ബലം ഉണ്ടാവുള്ളൂ. അപ്പൊ അടിത്തട്ട് സനാതന ധർമ്മികളെ കൊണ്ട് നിറയ്ക്കുക. എല്ലായിടത്തും സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഈ ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നവർ ഭരിക്കട്ടെ. അതല്ലെങ്കിൽ പലതിനും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന തിരുപ്പറംകുണ്ട്രം മുരുകക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള അവിടെയുള്ള മലയുടെ മുകളിൽ ഒരു ദീപം, വലിയൊരു തിരുവണ്ണാമലയിൽ കാർത്തിക ദീപം കയറ്റുന്ന അതേ ദിവസം ഇവിടെയും ദീപം കയറ്റുക പതിവുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അതിനൊക്കെ ആളുകൾ തടസ്സമുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് ഗവൺമെൻറ് ഭരിക്കുന്ന DMK. ഈ വർഷവും അവർ കോടതി വിധി ഉണ്ടായിട്ട് പോലും അത് അനുവദിക്കാതെ താഴെ എവിടെയോ ഒരു കുറ്റിയിൽ വിളക്ക് കൊളുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയൊരു കോലാഹലമൊക്കെ ഉണ്ടായി. പിന്നെയും കോടതിയിൽ പോയി ഭക്തന്മാർ. കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേന്ദ്ര സേന അഥവാ CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി, കാരണം സ്റ്റേറ്റ് പോലീസിൻ്റെ ആനുകൂല്യമില്ല എന്ന് മാത്രമല്ല, അവരാണ് ലാത്തി ചാർജ് നടത്തി തടയുന്നത്. അതിനെതിരായിട്ട് കേന്ദ്രസേനയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ദീപം, കാർത്തിക ദീപം തിരുപ്പറംകുണ്ട്രം മുരുകന്റെ ആ മലയുടെ മുകളിൽ കൊളുത്തേണ്ട ഒരവസ്ഥ വന്നു. 10 പേരെ അവിടേക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അനുമതിയില്ലാതെ, എന്താ വെച്ചാൽ ഇതുണ്ടാവാതിരിക്കാൻ, വലിയ കോലാഹലം കലഹം ഇല്ലാതിരിക്കാനായിക്കൊണ്ട്. എന്നിട്ടിപ്പോൾ അതിന് വിധിച്ച ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനായിക്കൊണ്ടാണ് ഈ DMKയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത്. ആ ജഡ്ജിയെ തന്നെ അവിടുന്ന് പുറത്താക്കണം, ഇംപീച്ച് ചെയ്യണം. എന്താ കഥ? സനാതനധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി ന്യായമായ വിധി പറഞ്ഞ, കാലാകാലമായി നടന്നു വരുന്ന കാര്യത്തെ സ്ഥാപിക്കാനായിക്കൊണ്ട് വിധി പറഞ്ഞ ജഡ്ജിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന്. അപ്പോൾ എത്ര കാലം നമ്മൾ ഇനി ഇവിടെ സ്വൈരമായിട്ടിരുന്നിട്ട് ഈ ജയ 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 എന്ന് പാടും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അത് ഉറപ്പാക്കണമെങ്കിൽ എന്ത് വേണം? മര്യാദയ്ക്ക് നമ്മുടെ ധർമ്മവും ചെയ്യണം. ധർമ്മം ചെയ്താൽ മാത്രമേ നമുക്കിവിടെ സ്വൈരമായിട്ടിരുന്ന് ഈ പറഞ്ഞ മോക്ഷമാർഗത്തിന് വേണ്ട പ്രയത്നം ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം എന്തിനാ സ്വാമി ഇത്രയും വലിയ ഉയർന്നൊരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ രാഷ്ട്രീയമൊക്കെ പറയണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അതും കൂടി വേണം. അത് നമുക്ക് ആദ്യം വേണ്ടത് സേഫ്റ്റി, സെക്യൂരിറ്റി ഫൗണ്ടേഷൻ, എന്നിട്ട് ഇതിലേക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ സനാതനധർമ്മം ഇങ്ങനെ ജയ ജയ എന്ന് അനാദികാലം മുതൽ ഈശ്വരനെ സ്തുതിക്കുന്നതാണ്. ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ 100 വർഷമായിട്ടുള്ള RSSകാരൊന്നും തുടങ്ങിയതല്ല. അപ്പോൾ ശ്രുതയ ഊജുഹു ജയ ജയ ജഹി അജാം അജിത ദോഷഗൃഭീത ഗുണാം. ഇവിടെ ഭഗവാനെ സംബോധന ചെയ്യുന്നത് അജിത എന്നാണ്. അജിത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? ആരാലും ജയിക്കപ്പെടാത്തവനെ. ആരാലും ജയിക്കപ്പെടാത്തവനെ എന്ന് പറഞ്ഞാലോ ഇവിടെ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ഗ്രഹിക്കാനും ജയിക്കാനും പറ്റാത്തവൻ. വാക്കുകളെ കൊണ്ട് വർണ്ണിച്ചു തീർക്കാൻ പറ്റുന്നവനെ അജിതൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. അവനെ വാക്കുകൾ ജയിച്ചിരിക്കുന്നു. ഞാൻ ഇത്രയും വാക്കുകളെ കൊണ്ട് ഇന്ന ആളെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞു, ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജിതനായി. ആരാൽ? ഈ പറയുന്ന വാക്കുകളാൽ. ഇനി മനസ്സുകൊണ്ട് ഈ ഈശ്വരനെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനുള്ളതേ ഉള്ളൂ, പരിമിതനാണ് ഈശ്വരൻ എന്ന് വരികിൽ അവൻ അജിതനല്ല, ജിതനാണ്. ആരാൽ? ഈ പറഞ്ഞ മനസ്സുകൊണ്ട് ഗ്രഹിച്ചവനാൽ. എന്നാൽ ഭഗവാൻ നമ്മുടെ വാക്കിനോ മനസ്സിനോ വിഷയമല്ല, ആരാലും ജയിക്കാൻ കഴിയുന്നവനല്ല. മായയ്ക്ക് പോലും അവന് ജയിക്കാൻ സാധ്യമല്ല. മായയാണ് ബാക്കിയുള്ളതെല്ലാം. ആ മായയ്ക്ക് ജയിക്കാൻ കഴിയാത്തവൻ, മായയ്ക്കും അതീതനായിരിക്കുന്നവൻ, അഥവാ പ്രകൃതിയിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നവൻ എന്നാണ് അജിത എന്നുള്ള ശബ്ദത്തിന് അർത്ഥം. അപ്പോൾ ഹേ അജിത, അജാം ജഹി, ജഹി അജാം. അജാം ജഹി എന്ന് പറഞ്ഞാലോ അജയേ ജഹി, ഉപേക്ഷിക്കൂ, വെടിയൂ. ജഹി എന്നത് ക്രിയയാണ്, ഉപേക്ഷിക്കൂ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്തിനെ? അജാം. അജാം എന്ന് പറഞ്ഞാലോ മായ, ജനിക്കാത്തവൾ, വാസ്തവത്തിൽ ഇല്ലാത്തവൾ എന്നാണ് അർത്ഥം. ഉണ്ടെന്ന് പ്രതീതി ഉണ്ട് താനും, അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. തീരെ പ്രതീതിയില്ലെങ്കിൽ അങ്ങനൊരു പേരേ ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ പ്രതീതിയുണ്ട്, അനുഭവമുണ്ട്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇല്ലാത്തവളാണ് മായ. അതുകൊണ്ട് മായയ്ക്ക് അജാ എന്നും പേര്, ജനിക്കാത്തവൾ. ആ മായയെ ജഹി, ഉപേക്ഷിച്ചാലും ഈ മായയെ വിശേഷിപ്പിച്ചൊരു പദമാണ് ദോഷഗൃഭീത ഗുണാം അജാം. ദോഷഗൃഭീത ഗുണാം. ഇവിടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളാണ്. ആ 3 ഗുണങ്ങൾ വാസ്തവത്തിൽ ദോഷങ്ങൾ ഗ്രഹിച്ചിട്ടുള്ളതാണ്. ഗൃഭിതം എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ ഗ്രഹിച്ചിട്ടുള്ളത്, ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നർത്ഥമാണ്. ഗൃഭിതം എന്നാൽ ഉള്ളിലടങ്ങിയത്. അപ്പൊ ദോഷങ്ങൾ ഗർഭത്തിലുള്ള ഗുണങ്ങളോട് കൂടിയവളായ മായയെ എന്നാണ്. എന്താണ് ഈ ഗുണങ്ങളെ, ദോഷങ്ങൾ എന്ന് പറയുന്നത്? സത്വം, രജസ്, തമസ് എന്നുള്ള ത്രിഗുണങ്ങളാണവ. ആ ഗുണങ്ങൾ വാസ്തവത്തിൽ ആ ഗുണം എന്നുള്ള ശബ്ദം കൊണ്ട് ക്വാളിറ്റി എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ നമ്മളെ ബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. ഗുണം എന്നാൽ കയറ് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പൊ ബന്ധിക്കുന്നത് കൊണ്ടാണ് അവയ്ക്ക് ഗുണം എന്ന് പേര്. ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കയറുകൾ നമ്മളെ ബന്ധിക്കുന്നതായതുകൊണ്ട്. അപ്പൊ അത് ദോഷഗൃഭീതമാണ്, ദോഷം ഗർഭത്തിൽ ധരിച്ചിട്ടുള്ളതാണ്. എന്താണ് ദോഷം? ഇത് തന്നെ ദോഷം.
തമസിൻ്റെ ദോഷം എന്ന് പറയുന്നത് ആവരണം, രജസിൻ്റെ ദോഷം എന്ന് പറയുന്നത് വിക്ഷേപം, രാഗദ്വേഷങ്ങൾ, അസൂയാദി ദോഷങ്ങൾ എല്ലാം ജനിപ്പിക്കുന്നത് ഈ രജോ ഗുണമാണ്. അജ്ഞാനത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് തമോ ഗുണമാണ്. അപ്പോൾ അജ്ഞാനമാകുന്ന തമോ ഗുണത്തോടു കൂടിയതും വിക്ഷേപങ്ങളെ ജനിപ്പിക്കുന്ന രാഗദ്വേഷാദികളെ വർദ്ധിപ്പിക്കുന്ന രജോ ഗുണത്തോടു കൂടിയതും സത്വഗുണവും അതിനും ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. അതും ഒരു ദോഷാത്മകമാണ്. ഒരു പുകമറ പോലെ ഒരു ചെറിയൊരു മറയാണ് സത്വഗുണവും. ആ സത്വഗുണത്തിലുള്ള എന്താ പറയുക ആസക്തികളും ഉണ്ട് നമുക്ക്, സാത്വികമായിട്ടുള്ള വാസനകളുണ്ട് നമുക്ക്. അതും ബന്ധനങ്ങളാണ് അല്ലേ? ചില സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൽ ആളുകൾക്ക് എപ്പോഴും അഡിക്ഷൻ ഉണ്ടാവുക, അത് ചിലപ്പോൾ നമ്മളെ എന്താ തുടർച്ചയായിട്ട് ബന്ധനസ്ഥരാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സത്കർമ്മങ്ങളിൽ നിന്ന് പോലും പുറത്തേക്ക് കടക്കാനുള്ളതായിട്ടുള്ളൊരു തൻ്റെ ഇടം നമുക്കുണ്ടാവണം. അതാണ് നിർവേദം ആയാത്, നിർവേദത്തെ പ്രാപിക്കേണ്ടതാണ് എന്ന് വേദം പറയുന്നത്. നിങ്ങൾ ഇതുവരയ്ക്ക് നിങ്ങൾ സാത്വികന്മാരായി ജീവിച്ചു, ശരി തന്നെ. ആ സത്വഗുണം കൊണ്ട് നിങ്ങൾ അന്ധക്കരണ ശുദ്ധി നേടി, നിങ്ങളുടെ കർമ്മങ്ങൾ ധർമ്മങ്ങളൊക്കെ ചെയ്തു. ശരി, ഇനിയും ആ കർമ്മത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കാതിരിക്കൂ. വൈദികങ്ങളായ കർമ്മങ്ങളൊക്കെ പറഞ്ഞതിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളെ ഉള്ളൂ, അതിൻ്റേതായിട്ടുള്ള പരിമിതികളെ ഉള്ളൂ അതിന്. അത് കഴിഞ്ഞാൽ അതിനെയും വിട്ടുകൊണ്ട് പുറത്തേക്ക് കടക്കൂ അല്ലേ? ആ പോൾ വാൾട്ട് ചാടുമ്പോൾ പോള് നല്ലതായിരിക്കണം, തീർച്ചയായിട്ടും നല്ല ബലമുള്ള പോളായിരിക്കണം, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പോളായിരിക്കണം. എന്നാൽ അതിന് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അത് നിങ്ങളെ ആ ഉയരത്തിലേക്ക് ഉയർത്താൻ അതിന് സാമർഥ്യം ഉണ്ടാവണം. എത്ര മീറ്റർ ഉയരത്തിലാണ് ബാറ് വെച്ചിട്ടുള്ളത് വെച്ചാൽ 6 മീറ്ററോ 6.5 മീറ്ററോ ഉയരത്തിലേക്കൊക്കെ പൊങ്ങേണ്ടതുണ്ട്. അപ്പം അതിനേക്കാൾ ഉയർന്ന പോള് വേണം. ശരിയാണ്, നല്ല പോളായിരിക്കണം. ഓടി വന്ന് ആ മൊമെൻ്റം ആർജിച്ച് ഈ പോളിൽ കുത്തി വളഞ്ഞിരിക്കുന്ന പോളിനെ നിവർന്ന് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ അത് വീണ്ടും അങ്ങോട്ടേക്ക് വളയുന്നതിന് മുമ്പ് ആ ഒരു പ്രത്യേക ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പോളിനെയും വിട്ട് അപ്പുറത്തേക്ക് കുതിക്കണം നിങ്ങൾ. ആ പോള് നിങ്ങളുടെ പുറകെ വരാനും പാടില്ല. അതിനെ ഇങ്ങോട്ട് തട്ടി വിട്ടിട്ട് വേണം ബാറിൻ്റെ അപ്പുറത്തേക്ക് കുതിക്കാൻ. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ പോൾ പോലും ഭാരമാണ്, തടസ്സമാണ്. അയ്യോ, എൻ്റെ പ്രിയപ്പെട്ട പോള് എന്നെ ഇത്രയും ഉയരത്തിൽ എത്തിച്ച പോളാണ്, ഇതിലെ ഞാൻ എങ്ങനെ കളയും, ഇതിനെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് അതിനെ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ ഫൗളാവും, നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ പോൾ വാൾട്ട് ചാടിക്കഴിയുമ്പോൾ, ആ ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ കയ്യിലുള്ള എത്ര വിലപിടിച്ച പോളാണെങ്കിലും അതിനെ തള്ളിക്കളയേണ്ടതാണ് എന്നതുപോലെ നമ്മൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള പല കർമ്മങ്ങളും ഓരോ സ്റ്റേജ് എത്തുമ്പോഴും അതിനെ വെടിയാനുള്ള സാമർഥ്യവും ശക്തിയും അതിൻ്റെ തത്വം അറിയുമ്പോഴേ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ തത്വം അറിയണം. അറിഞ്ഞില്ലെങ്കിൽ വെറുതെ യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കും, അതൊരു അഡിക്ഷനാവും, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. ഏത് കാര്യവും നമുക്ക് നമ്മുടെ ശീലങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനാണ് നമുക്ക് പ്രയാസം. അതിപ്പോൾ സുശീലന്മാരാണെങ്കിലും ദുശീലന്മാരാണെങ്കിലും, ദുശീലങ്ങളാണ് ഏറ്റവും പ്രയാസം പുറത്തേക്ക് കടക്കാൻ. ഇനി നല്ല ശീലങ്ങൾ പോലും നമ്മൾക്ക് ബന്ധനം ആവാറുണ്ട്. അപ്പോൾ നല്ല ശീലങ്ങളും ബന്ധനങ്ങളാണ് എന്നുള്ള അറിവാദ്യം ഉണ്ടാവണം. അത് ഉപേക്ഷിക്കേണ്ട സമയമായാൽ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടി അത് തിരിച്ചറിയണം. അതിനാണ് സമിത്പാണിഹി, സമിത്പാണിയായിട്ട് ഗുരുമേവാഭിഗച്ഛേത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കയ്യിൽ സമിത്ത് വെച്ചോളൂ. ഇത്രയും കാലം ചമത, സമിത്ത് എന്ന് പറഞ്ഞാൽ ചമത, അഗ്നികർമ്മം ചെയ്തതിൻ്റെ പ്രതീകമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അത് ഉപേക്ഷിച്ചിട്ടില്ല, കയ്യിലുണ്ട് ഇപ്പോഴും.
ഗുരുവിൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹത്തിൽ നിന്ന് വേദാന്ത ശ്രവണമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറയും, അങ്ങേക്ക് ഇനി ഈ ചമതകളെ പൂർണ്ണമായി ഉപേക്ഷിക്കാം, എന്നേക്കുമായി ഉപേക്ഷിക്കാം, അതിന് അവസാനത്തെ ഹോമം ചെയ്തോളൂ എന്ന് പറഞ്ഞ് സമിത്തുക്കളെ അവസാനം ഹോമിക്കുന്ന വിരജാഹോമം ചെയ്ത് സന്യാസം എന്നുള്ള ആ ഒരു ഉയരത്തിലേക്ക് എത്തണം. അപ്പം നമ്മുടെ ശീലങ്ങളെല്ലാം വെടിയാനുള്ളതാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. ഏത് ശീലവും ബന്ധനങ്ങളാണ്. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തരാവേണ്ടതുണ്ട്. അല്ലാതെ അതൊരു അഡിക്ഷനായി, അതൊരു അസ്വാതന്ത്ര്യമായി നമ്മളെ പരവശരാക്കാൻ പാടുള്ളതല്ല. അത് എന്താ പറയുക, ആപദ്ധർമ്മത്തിലും അത് വെടിയേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അത് നമ്മളെ അസ്വസ്ഥരാക്കേണ്ട ആവശ്യമില്ല. സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ശാന്തരായിരിക്കാം. ഇപ്പോ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഈ അടിയന്തര അവസ്ഥ മാറിയതിന് ശേഷം ഞാൻ ഇതുവരെ ചെയ്യാത്തതിൻ്റെ കൂടി ചേർത്ത് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ഇനിയും ചെയ്തു കൊള്ളാം എന്ന് മനസ്സിൽ സങ്കല്പിക്കാം. എന്നിട്ട് തുടരാം. അങ്ങനെയൊക്കെ ഓരോ സന്ദർഭത്തിലും അവനവൻ്റെ ആ യുക്തി, പ്രായോഗിക ബുദ്ധി, ശാസ്ത്രങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇനി അഥവാ സംശയമുണ്ടെങ്കിൽ ഗുരുക്കന്മാരോട് ചോദിച്ച് കാലാകാലങ്ങളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളതായിട്ടുള്ള വകതിരിവ് ഉണ്ടായിരിക്കണം. അതില്ലാത്തവർക്കാണ് എപ്പോഴും സംശയങ്ങളങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്ര കാലം ഈ വേദാന്തം കേട്ടാലും ഉപനിഷത്തുക്കൾ കേട്ടാലും ഭാഗവതം കേട്ടാലും പിന്നെയും ചോദിക്കും, വിളക്കിന് എത്ര തിരി വേണം, എങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് ഇന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും സംശയമായിട്ട് മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല. ചില ആളുകൾക്ക് ഒക്കെ പോകാനുള്ള ആ ഒരു പക്വത ആർജിക്കണം. അപ്പോ ദോഷഗൃഭീത ഗുണ, ഈ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, ഇതാണ് മായയുടെ ഒരു എന്താ പറയുക, ഊടും പാവുമായിരിക്കുന്നത്. മായയ്ക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്, ഒരു രൂപം കൊടുക്കുന്നത് ഈ ഗുണങ്ങളാണ്. സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളെ നീക്കിയാൽ മായയില്ല. പക്ഷെ ഈ മായ അത് ദോഷം ഗർഭത്തിൽ വഹിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള അജ്ഞാനം അഥവാ ആവരണം, അതുപോലെ തന്നെ വിക്ഷേപം, ആ വിക്ഷേപത്തിൽ നിന്നുണ്ടാകുന്ന രാഗദ്വേഷാദികൾ, കാമക്രോധ ലോപമോഹ മതമാത്സര്യാദി ദോഷങ്ങൾ, ഇതെല്ലാം രജോ ഗുണത്തിന്റെ സൃഷ്ടിയാണ്. രജോ രാഗാത്മകം വിദ്ധി, തമസ്തു അജ്ഞാനജം വിദ്ധി. സത്വവും ബന്ധനാത്മകമാണ്, അതുകൊണ്ട് അതിൽ ദോഷമുണ്ട്. അതുകൊണ്ട് ത്രൈഗുണ്യ വിഷയാവേദാഹ നിസ്ത്രൈഗുണ്യോ ഭവാർജുന, ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു തരുന്നുണ്ട്. ത്രൈഗുണ്യ വിഷയാ വേദാഹ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. ഈ ഗുണങ്ങൾക്ക് അതീതനാവുകയാണ് വേണ്ടത്. അതിന് ആദ്യം ചെയ്യേണ്ടത് ഉടനെ ഒറ്റയടിക്ക് എല്ലാം വിടുകാനല്ല പറയണത്. നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. നിത്യസത്വസ്ഥോ ഭവ. ആദ്യം സത്വഗുണത്തെ വർദ്ധിപ്പിക്കൂ, സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യാനായിട്ട് ശ്രമിക്കൂ, സത്വഗുണത്തിൽ സ്റ്റെബിലിറ്റി നേടൂ. അതാണ് നിത്യസത്വസ്ഥഃ ഭവ. ആ സത്വഗുണത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായതിന് ശേഷം വേണം ആ സത്വഗുണത്തിന്റെ മുകളിൽ നിന്ന് കുതിക്കാൻ, ഗുണാതീതമായ അവസ്ഥയിലേക്ക് കുതിക്കാനായിക്കൊണ്ട്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി കിട്ടണം. സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് കുതിക്കാനുള്ളൊരു മൊമെന്റം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നിത്യസത്വസ്ഥോ ഭവ,
പിന്നീട് നിസ്ത്രൈഗുണ്യോ ഭവ, ഗുണാതീതോ ഭവ. അപ്പോ ദോഷഗൃഭീത ഗുണാം അജാം ജഹി ഹേ അജിത, മായയാൽ പോലും ജയിക്കപ്പെടാത്തവനായ ഹേ ഭഗവാനെ, അങ്ങ് ഈ ദോഷങ്ങളെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നവളായ മായയെ വെടിഞ്ഞാലും എന്ന് പറഞ്ഞാൽ, ഇവിടെ മായ ഈ ഭഗവാനെ എങ്ങനെയാണ് ബാധിച്ചിരിക്കണമെന്നാണെങ്കിൽ യോഗനിദ്രാരൂപത്തിലാണ്. അപ്പൊ യോഗനിദ്രയെ വെടിഞ്ഞാലും എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ദേവി മാഹാത്മ്യത്തില് അല്ലേ. ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അല്ല, ബ്രഹ്മദേവൻ യോഗമായയെ സ്തുതിക്കുന്നുണ്ട്. അതാണല്ലോ നമ്മൾ താന്ത്രികം രാത്രി സൂക്തം എന്ന് പറഞ്ഞ് ദേവി മാഹാത്മ്യത്തിൽ സ്തുതിക്കുന്നത്. അപ്പൊ അവിടെ ഈ യോഗനിദ്രയാണ് വിഷ്ണുവിനെ ആവരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ വിഷ്ണുവിനെ വിളിച്ചിട്ടും വിഷ്ണു ഉണരാതിരുന്നു. മധുകൈടവന്മാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായിക്കൊണ്ട് ബ്രഹ്മദേവൻ വിഷ്ണുവിന്റെ സഹായം അഭ്യർത്ഥിച്ച് വിഷ്ണുവിനെ വിളിച്ചപ്പോഴും വിഷ്ണു ഉണർന്നില്ല. വിഷ്ണു യോഗനിദ്രയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ യോഗനിദ്രാദേവിയെ, രാത്രി ദേവിയെ കാളരാത്രിയായി സ്തുതിച്ചു. അതാണ് രാത്രി സൂക്തം. അപ്പോൾ അതുപോലെ ഇവിടെ ഇപ്പോൾ ഭഗവാൻ സ്വയം തൻ്റെ തന്നെ ആവരണ ശക്തിയെ യോഗനിദ്രാരൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തിരി പുതച്ചു മൂടിക്കിടക്കുകയാണ്. ആ ഭഗവാനോട് കിടക്ക വിട്ട് പള്ളിക്കുറുപ്പ് ഉണർന്നാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗമായയാകുന്ന യോഗനിദ്രാദേവിയെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് യോഗനിദ്രയ്ക്ക് അധീനനല്ല. അവിടെ ദേവീ മാഹാത്മ്യം ശാക്തേയ കൃതിയാണ്. അവിടെ ശക്തിക്കാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ടാണ് ആ യോഗനിദ്രാദേവിയാൽ മഹാവിഷ്ണു ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നവനാണ്. അദ്ദേഹം സ്വയം സ്വതന്ത്രനായിരുന്നില്ല. ദേവിയുടെ അനുഗ്രഹത്താലാണ് യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു വന്നത് എന്ന് അവിടെ പറയുമ്പോൾ ഇവിടെ വൈഷ്ണവ കൃതിയാണ്. ഇവിടെ വിഷ്ണുപരമായിട്ടുള്ള സ്തുതിയാണ്. ഇവിടെ ഭഗവാൻ സ്വതന്ത്രനാണ് എന്ന് പറയാനാണ് അജിത എന്ന് വിളിച്ചത്, അജിത എന്ന് വിളിച്ചത്. വേറൊരാൾ വേണ്ട, ഒരു യോഗമായ ദേവിയുടെ സപ്പോർട്ടോ സഹായമോ വേണ്ട. യോഗമായാദേവി ഇവിടെ ഭഗവാന്റെ തന്നെ ഒരു ടൂളാണ്. ഭഗവാൻ തന്നെ സ്വയം തനിക്ക് വിശ്രമിക്കാൻ വേണ്ടി തൻ്റെ തന്നെ ശക്തിയെ ഉപയോഗിച്ചതാണ്. താൻ തന്നെ ഒന്ന് പുതച്ചു മൂടിക്കിടക്കുകയാണ്. ഈ പുതപ്പ് വലിച്ചെറിയാൻ വേറൊരാളുടെ സഹായം ആവശ്യമില്ല. കൊച്ചുകുട്ടികളാണെങ്കിൽ, ഘനമുള്ള പുതപ്പൊക്കെ ആണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകൾ കയ്യും കാലും ഒക്കെ അനക്കാൻ വയ്യാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ഘനമുള്ള കമ്പിളിപ്പുതപ്പൊക്കെ ഇട്ടാൽ അത് മാറ്റിക്കൊടുക്കാൻ ആൾക്കാർ വേണം, പരസഹായം വേണം. ഇവിടെ ഭഗവാൻ അജിതനായതുകൊണ്ട് ഭഗവാന് താൻ തന്നെ ആവരണം ചെയ്തിരിക്കുന്ന യോഗമായയെ നീക്കാനായിക്കൊണ്ട് ഒരാളുടെയും സഹായം ആവശ്യമില്ല. അജിത. അപ്പൊ ഹേ അജിത, അങ്ങ് തന്നെ അങ്ങയുടെ യോഗനിദ്രയെ വിട്ടുണരൂ എന്ന് ബോധിപ്പിക്കുകയാണ്. ഇനി ഭഗവാന്റെ മാഹാത്മ്യം പറയാണ് രണ്ടാമത്തെ വരിയില്. ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്ത ഭഗഃ, ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്ത ഭഗഃ. ഹേ അജിത, യത് ത്വം ആത്മനാ സമവരുദ്ധ സമസ്ത ഭഗഃ അസി. അങ്ങാരാണ്? എന്തെന്നാൽ അങ്ങയെ ഉണരാൻ പറയുന്നത്, അങ്ങ് അജിതനാണെന്ന് പറയുന്നത്, അങ്ങ് മായയെ വെടിയാനൊക്കെ പറയുന്നത് എന്തെന്നാൽ ത്വം അങ്ങ് തന്നെ ആത്മനാ എന്ന് പറഞ്ഞാൽ സ്വപ്രഭാവേണ സ്വശക്തിയ സ്വയമേവ അങ്ങ് തന്നെ സമവരുദ്ധ സമസ്ത ഭഗഃ, സമസ്ത ഭഗങ്ങളും അങ്ങയുടെ ഉള്ളിൽ
അവരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെ അവയെല്ലാം അടക്കി വച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. യു ഹാവ് ഓൾ ദ പൊട്ടൻഷ്യൽ ഇൻ യു. ഭഗങ്ങൾ എന്നാൽ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെയുള്ള ഭഗങ്ങൾ, ശക്തികൾ, ഗുണങ്ങൾ, എല്ലാ പൊട്ടൻസികളുമാണത്. ഈ പൊട്ടൻസികളെല്ലാം, സമസ്ത ഭഗങ്ങളും സമവരുദ്ധം, സമ്യക്കായി അവരോധിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അങ്ങയിൽ തന്നെ ചേർന്നിരിക്കുന്നു, അങ്ങ് തന്നെ അടക്കിപ്പിടിച്ചിരിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ സ്വീകരിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ സമവരുദ്ധം, സകല ഭഗങ്ങളോടും കൂടിയവനാണ്. അപ്പോൾ യു ആർ ദ ഒംനിപൊട്ടന്റ്. ഈ ഒംനിപൊട്ടന്റ് ആയിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന അങ്ങുണർന്ന് അങ്ങ് ഈ ജഗത് സൃഷ്ടി ചെയ്താലും, ഈ ജഗത് സൃഷ്ടി ചെയ്യുന്നത് ഞങ്ങൾക്കെല്ലാം, ഈ ലോകത്തിലുള്ള സകല ജീവന്മാർക്കും അനുഗ്രഹമായിരിക്കും. അതിലേക്കാണ് അടുത്ത വരി പോകുന്നത്. അഗജഗദോഗസാം അഖില ശക്ത്യവബോധഗതേ ക്വചിതജയാത്മനാ ചരതോനുചരന്നിഗമഃ. അഗജഗദോഗസാം അഖില ശക്ത്യവബോധഗതേ. ഭഗവാനെ പറയുന്നു, അഗ ജഗത് ഓഗസാം അഖില ശക്തി അവബോധക. ഭഗവാനെ സംബോധന ചെയ്യണത് ഒരു സംബോധന വിഭക്തിയാണിത്. എങ്ങനെ? വലിയൊരു സമസ്ത പദമായിട്ടാണ്. അഗ ജഗദോഗസാം അഖില ശക്തി അവബോധക. അഗ ജഗത്, അകം എന്ന് പറഞ്ഞാൽ ഗമിക്കാത്തത്, അചരം, സ്ഥാവരം. ജഗത് എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നത്, ജംഗമം. അപ്പൊ അകമെന്ന ശബ്ദം കൊണ്ട് സ്ഥാവരവും ജഗത്ത് എന്ന ശബ്ദം കൊണ്ട് ജംഗമവുമായിരിക്കുന്ന ഓകസാം, ഓകസ്സുകൾ എന്ന് പറഞ്ഞാൽ വാസസ്ഥാനങ്ങളാണ് ഇവിടെ ശരീരങ്ങൾ എന്ന അർത്ഥത്തിൽ. കാരണം ഓരോ ശരീരത്തിലും ജീവന്മാർ വസിക്കുകയാണ്. ചിലർക്ക് അകശരീരങ്ങളാണ്, ചിലർക്ക് ജഗത് ശരീരങ്ങളാണ്. അകശരീരങ്ങളാണ് വൃക്ഷങ്ങളും പർവ്വതങ്ങളും അങ്ങനെയുള്ള ഇളകാത്ത വസ്തുക്കളൊക്കെ അകങ്ങളാകുന്ന ഓഗസ്സുകളോട് കൂടിയതാണ്. ഇമ്മൂവബിൾ, അതാണ് അവരുടെ വാസസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരങ്ങളാകുന്ന വാസസ്ഥാനങ്ങൾ മൊബിലിറ്റി ഇല്ലാത്തതാണ്. അവർ അക ഓഗസ്സുകളാണ്. ജഗതോഗസ്സുകൾ എന്ന് പറഞ്ഞാൽ ജഗത്ത് ജംഗമങ്ങളായ ഗമിക്കുന്നതായിട്ടുള്ള ശരീരങ്ങളാകുന്ന ഓഗസ്സുകളോട് കൂടിയവർ. അപ്പൊ ചരങ്ങളായ പ്രാണികൾ, എല്ലാ പ്രാണികളും അവരുടെ എല്ലാം അഖില ശക്തി അവബോധക. ഭഗവാനെ സംബോധനയാണ്. സകല ശക്തികളെയും അവബോധനം ചെയ്യുന്നവനെ, ഉണർത്തുന്നവനെ. അപ്പൊ സകല ചരാചരങ്ങളും ഉണരണമെങ്കിൽ ആദ്യം ആരുണരണം? രാജാവ് ഉണരണം, ചക്രവർത്തി ഉണരണം, ഭഗവാൻ ഉണരണം. ഉണർന്ന് എല്ലാവരെയും ഉണർത്തണം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാ അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇപ്പൊ ഏതൊരു ഈശ്വരനാണോ, ഏതൊരു പുരുഷനാണോ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എൻ്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ കരണങ്ങളെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്, എല്ലാറ്റിനെയും ഉണർത്തുന്നത്, എൻ്റെ ഉറങ്ങിക്കിടന്ന വാക്കിനെ ഉണർത്തുന്നത് ആരാണ്? എൻ്റെ ഉറങ്ങിക്കിടന്ന കരചരണങ്ങളെ എല്ലാം ഉണർത്തുന്നത് ആരാണ്? ആ ഭഗവാനാണ് ഇവിടെ അഖില ശക്തി അവബോധകൻ. ആ അഖില ശക്തി അവബോധകനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണർത്തുന്നത്. സൃഷ്ടികാലത്തിൽ എല്ലാവരെയും ഉണർത്തുന്നത്. എല്ലാ ജീവന്മാർക്കും അകമായിട്ടോ ജഗതായിട്ടോ ഓഗസ്സുകളെ കൊടുത്തും അവർക്കുള്ളിൽ ശക്തി രൂപത്തിൽ പ്രവേശിച്ച്
അവരെയെല്ലാം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ്. അഗജഗദോഗസാം അഖില ശക്ത്യവബോധക. സ്ഥാവര ജംഗമാത്മകമായിരിക്കുന്ന ജീവന്മാരുടെ എല്ലാ ശക്തികളെയും ഉണർത്തുന്നവനായ ഹേ അജിത, ഹേ മായാനാഥ, ഹേ ഈശ്വര, അങ്ങ് ആദ്യമുണരൂ, അങ്ങയുടെ യോഗനിദ്രയെ വെടിയൂ, എന്നിട്ട് എല്ലാവരെയും ഉണരാൻ സഹായിക്കൂ. ഈ ജീവന്മാരെല്ലാം അവരവരുടെ കർമ്മങ്ങളെ കൊണ്ട് അങ്ങയെ ആരാധിക്കട്ടെ. അവർക്ക് ഫീൽഡ് കിട്ടിയാലല്ലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഉപാധികൾ കിട്ടിയാലല്ലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ആദ്യം അവരുടെ ഉപാധികളാകുന്ന ശരീരങ്ങളെ കൊടുക്കൂ, അത് കഴിഞ്ഞ് അവർക്ക് പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ലോകത്തെ കൊടുക്കൂ. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അവര് യഥ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിതം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഇപ്പോൾ അജ്ഞാനം കൊണ്ട് ബീജാവസ്ഥയിൽ ശയിക്കുകയാണ് ഈ ജീവന്മാരെല്ലാം. അവർക്ക് മോചനം ലഭിക്കണമെങ്കിൽ അവർക്ക് ജ്ഞാനം ലഭിക്കണം. ജ്ഞാനം ലഭിക്കണമെങ്കിൽ അവർക്ക് പാകത വരണം. പാകത വരാൻ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവണം. അന്ധക്കരണ ശുദ്ധി ഉണ്ടാവാൻ അങ്ങയെ ആരാധിക്കണം. അങ്ങയെ ആരാധിക്കാൻ ക്ഷേത്രം വേണം. ഈ പ്രപഞ്ചമാകുന്ന ക്ഷേത്രം തുറന്നു കൊടുക്കൂ. അങ്ങയെ അവർ പൂജിക്കട്ടെ. അവരവരുടെ കർമ്മങ്ങളെ കൊണ്ട് ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ജഗന്നിവാസനായ വിഷ്ണുവായ വിശ്വാത്മാവായ അങ്ങയെ അവർ ആരാധിക്കട്ടെ. അതാണ് ഇതിൻ്റെയൊക്കെ താല്പര്യം. അഗജഗദോഗസാം അഖില ശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരദോനുചരേന്നിഗമഃ. അപ്പോ അജയാ ആത്മനാ ചരദഃ തേ നിഗമഃ ക്വചിത് അനുചരേത്. അജയാ ആത്മനാ ചരദഃ. ഇവിടെ അജാശബ്ദം പ്രകൃതിയെ സൂചിപ്പിക്കുന്നു. ആത്മന എന്നുള്ളത് കൊണ്ട് പുരുഷനെ സൂചിപ്പിക്കുന്നതാണ്. അജയും ആത്മാവുമായി അഥവാ പ്രകൃതിയും പുരുഷനുമായി ചരിക്കുന്നവനാണ്. പ്രകൃതി പുരുഷസ്വരൂപമായി ഈ പ്രപഞ്ച രൂപത്തെ പ്രാപിക്കുന്നവനായ, പ്രപഞ്ചാകാരമായി വർത്തിക്കുന്നവനായ തേ അങ്ങയെ നിഗമഃ ക്വചിത് അനുചരേത്. നിഗമഃ എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ തന്നെ, വേദമൂർത്തികളായ ഞങ്ങൾ തന്നെ, ക്വചിത് ചിലയിടത്ത് അല്പമാത്രമായിട്ട്, അനുചരേത് അനുചരിക്കും, പിന്നാലെ ചരിക്കും. അങ്ങയെ ഞങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോ വേദം തന്നെ പറയണ അങ്ങയെ ഞങ്ങൾ അല്പമെങ്കിലും പിന്തുടർന്ന് വർണ്ണിക്കാൻ കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ പ്രവൃത്തി. അതിനായിക്കൊണ്ട് ആണല്ലോ ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഞങ്ങൾ വേദമൂർത്തികളായ വേദദേവതകളായ ഞങ്ങൾ നിഗമഃ ക്വചിത് അനുചരേത്. ചില സന്ദർഭങ്ങളിൽ ചിലയിടത്ത് അഥവാ അല്പമാത്രമായിട്ട് അങ്ങയുടെ വിഷയത്തിൽ പ്രവർത്തിക്കും. എന്നുവെച്ചാൽ അല്പമെങ്കിലും ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് സാധിക്കും എന്ന് താല്പര്യം. ഞങ്ങൾ തന്നെയാണ് അങ്ങയുടെ വിഷയത്തിൽ പ്രമാണം. ഇങ്ങനൊരാളുണ്ട് എന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾ തന്നെ വേണം. ആര് വേണം? വേദം വേണം. വേദത്തിലൂടെയാണ് ഈ സൃഷ്ടികർത്താവിനെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അല്പശക്തിയുള്ളവരാണ് ഞങ്ങൾ എല്ലാം സാമർഥ്യമുള്ളവർ എന്ന് പറയുന്നത്. ക്വചിത് അനുചരേത് എന്നുള്ള പ്രയോഗം ക്വചിത് മാത്രം, അല്പമാത്രം, ചിലയിടങ്ങളിൽ മാത്രം ഞങ്ങൾ പ്രമാണമായി വർത്തിക്കുന്നു. ഞങ്ങൾ സർവശക്തരൊന്നുമല്ല അങ്ങയെക്കുറിച്ച് മുഴുവനായിട്ട് പറയാൻ. അല്പശക്തർ തന്നെയാണ് എന്ന് അറിയാം. ഞങ്ങളുടെ അല്പശക്തി കൊണ്ട്
ഞങ്ങൾ അങ്ങയെക്കുറിച്ച് വർണ്ണിക്കുന്നു, അങ്ങയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രകൃതി പുരുഷ രൂപത്തിൽ ഈ ജഗതാകാരനായി വർത്തിക്കുന്ന അങ്ങയെക്കുറിച്ച് ഞങ്ങളിതാ അല്പമെങ്കിലും സ്തുതിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ എല്ലാ ജീവാത്മാക്കളെയും അനുഗ്രഹിക്കാനായിക്കൊണ്ട് അവർക്ക് ശരീരങ്ങളും കൊടുത്ത് അവർക്ക് പ്രവർത്തിക്കുവാനുള്ള ലോകത്തെയും കൊടുക്കാൻ, സൃഷ്ടികർമ്മത്തിൽ അങ്ങ് വ്യാപരിക്കാൻ, പ്രകൃതി പുരുഷഭാവത്തിൽ അങ്ങ് ഈ സൃഷ്ടിരൂപത്തിൽ ചരിക്കാനായിക്കൊണ്ട് അങ്ങ് ഉണർന്നെഴുന്നേറ്റാലും യോഗമായയെ വെടിഞ്ഞാലും യോഗനിദ്രയെ വെടിഞ്ഞാലും ഈ അല്പന്മാരായിട്ടുള്ള ഞങ്ങൾ അങ്ങയെക്കുറിച്ച് അല്പമെങ്കിലും സ്തുതിച്ചുകൊള്ളട്ടെ. നിഗമഃ ക്വചിത് അനുചരേത്. ഞങ്ങൾ തന്നെയാണ് അങ്ങയെ സ്തുതിക്കാനായിക്കൊണ്ട് എന്താ പറയുക, വിധിക്കപ്പെട്ടിട്ടുള്ളവർ, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവർ. ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. സ്വകർമ്മണ തമഭ്യർച്ച്യ. ഞങ്ങളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ കർമ്മം ചെയ്യുന്നു. ഇനി വരുന്നവർ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി മനസ്സിലാക്കി അങ്ങയെ സ്തുതിക്കട്ടെ, അങ്ങയെ പൂജിക്കട്ടെ, അങ്ങയ്ക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കട്ടെ. ഞങ്ങളാലാവുന്നത് ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു ചുരുങ്ങിയ സാരം. സമയം അതിക്രമിച്ചു. ഓരോ ശ്ലോകവും ഇങ്ങനെ രസകരമായിട്ടുള്ളതാണ്, ഗഹനങ്ങളായിട്ടുള്ളതാണ്. നമുക്ക് ആസ്വദിച്ചു കൊണ്ടുപോകാം. കൂടുതൽ സാങ്കേതിക പദങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, കാര്യം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാക്കുന്നില്ല. പരമാവധി നമുക്കറിയാവുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ലളിതവൽക്കരിക്കാനായിട്ട് ശ്രമിക്കാം. ഓം. നാളെ രാവിലെ ക്ലാസ്സില്ല, വൈകുന്നേരമേ ഉള്ളൂ. രാവിലെ പുറത്ത് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ വൈകുന്നേരം കാണാം നാളെ. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവരും നാളെ വൈകിട്ട് കാണാം.